അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാന്നല്ലാതെ മറ്റൊന്നും നമുക്കിനി ചെയ്യാനില്ല. ഒരാളെ പോലീസ് പിടിച്ച സ്ഥിതിക്ക് മറ്റുള്ളവരെ ഉടനെ പിടിക്കാൻ കഴിഞ്ഞേക്കും. ആരെ പിടിച്ചിട്ടെന്ന കാര്യം പോയത് പോയില്ലേ. മരണം അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം തന്റെ മരണപത്രിക എന്നെ ഏൽപ്പിച്ചിരുന്നു. പെട്ടെന്ന് മരിച്ചു പോയാൽ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നിങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെവിടെ ഉണ്ട്? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നോക്കാം. ഉണ്ണേറ്റിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ പേരിലോ? വായിക്കൂ. ഞാൻ എന്റെ സഹോദരനായിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്റെ മരണശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊള്ളുന്നു. 5 വയസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ബാബുമോനെ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് എന്റെ സ്വത്തുക്കൾ അവനെ ഏൽപ്പിക്കണം. അവനെ കണ്ടുകിട്ടിയാൽ ബാബുമോനാണ് എന്ന് പരിപൂർണമായി നിശ്ചയിക്കാൻ 3 അടയാളങ്ങളേ ഉള്ളൂ. 3 അവന്റെ സ്വഭാവത്തിലെ പ്രത്യേകതകളാണ്. 1, അവൻ എന്ത് ആഹാരം കഴിക്കുമ്പോഴും അതിനു മുമ്പ് പാൽ ആവശ്യപ്പെടും. 2, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം മഞ്ഞയാണ്. 3, പെൺകുട്ടികളോട് അവന് വെറുപ്പാണ്. ഈ 3 സ്വഭാവം വെച്ച് ഒരാളെ കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? ആദ്യം അദ്ദേഹം മരിച്ച വിവരം കാണിച്ച് ഇന്ത്യയിലുള്ള എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം കൊടുക്കാം. കൂടെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയും ബാബുമോന്റെ ഒരു ഫോട്ടോയും കൊടുക്കാം. ഇന്ത്യയിൽ വെച്ചാണല്ലോ ബാബുമോനെ കാണാതായത്. ഭാഗ്യമുണ്ടെങ്കിൽ അവനെ തിരിച്ചു കിട്ടാൻ ഈ പരസ്യം ഉപകരിക്കും. അത് കൊള്ളാം. ഏതായാലും രവീന്ദ്ര അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. എങ്ങനെയെങ്കിലും സാറിന്റെ ഫോട്ടോ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ നിമിഷം ബാബുമോൻ ഇവിടെ പറന്നെത്തും. മോനൊന്നും ഓർക്കുന്നുണ്ടോ? എന്റെ ഡാഡി കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ള അമ്മാവനെ മാത്രമല്ലേ. എന്റെ മമ്മിയെ ഞാൻ ഓർക്കുന്നില്ല. ഇതാരാണമ്മ? ഇത് ഡാഡിയുടെ പേഴ്സണൽ അഡ്വക്കേറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. ഹലോ, ഐ എം ബാബു. ഡാഡിക്ക് എന്താണെങ്കിൽ സംഭവിച്ചത്? എല്ലാം പെട്ടെന്നായിരുന്നു മോനെ. അതിരിക്കട്ടെ, മോന് തമ്മിൽ അറിഞ്ഞു. എന്റെ സ്കൂൾ ബാഗിൽ ഡാഡിയുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. പത്രത്തിൽ വന്നപ്പോൾ എന്റെ ഒരു സ്നേഹിതൻ കാണിച്ചെന്ന. ഓഹോ, ഇത്രയും കാലം മിസ്റ്റർ ബാബു എവിടെയായിരുന്നു? ഞാൻ മദ്രാസിലായിരുന്നു. വൈകിട്ടാണെങ്കിലും ഈശ്വരൻ മോനെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നല്ലോ, അത് മതി. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, മോൻ മുറി പോയി വിശ്രമിക്കേ. ഇത് ഒറിജിനൽ ബാബുമോനാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞോ? മരണപത്രത്തിലെ എല്ലാ ടെസ്റ്റുകളും പരീക്ഷകളും നമുക്ക് കൺഫേം ചെയ്യാം. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പാല് കുടിക്കും. ഇഷ്ടപ്പെട്ട നിറം മഞ്ഞ. പിന്നെ പെൺകുട്ടികളെ ഇഷ്ടമല്ല. ഓരോന്നായി നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ബാബുമോനെ,
റൂമില് സൗകര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ? റൂമിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ബെഡ്ഷീറ്റിന്റെ കളറ്, കർട്ടൻ, ഇവിടെ മഞ്ഞ ബെഡ്ഷീറ്റ് ഉണ്ടോ? അല്ല, ഇല്ലെങ്കിൽ വൈറ്റ് വാങ്ങിച്ചാൽ മതി. ഓ ചെറുപ്പം മുതലേ എനിക്ക് മഞ്ഞ നിറത്തിലുള്ള വലിയ ഭ്രമമാണ്. അമ്മാവനറിയില്ലേ? പിന്നെ മോൻ എത്ര മഞ്ഞ വേണം ഞാൻ തരാം. അല്ലെങ്കിൽ തന്നെ നീ മോന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ലേ ഞങ്ങളുടെ ജോലി. വാ വന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക, ക്ഷീണക്കൊന്ന് മാറാം. അമ്മാവാ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഗ്ലാസ് പാല് വേണം. ചെറുപ്പം മുതലുള്ള ശീലമാ ഭക്ഷണത്തിന് മുമ്പ് ഒരു ഗ്ലാസ് പാല്. സോറി, അമ്മാവനറിയില്ലേ? യാ ആദ്യത്തെ 2 ടെസ്റ്റ് ഓക്കെ അല്ലേ? ഇനി പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നൊരു ടെസ്റ്റ് കൂടെ പാസ്സായാൽ പിന്നെ സംശയിക്കാനൊന്നുമില്ല. കാലം കുറിച്ചായതല്ലേ, പല സുഖങ്ങളും ഇപ്പൊ മാറിയിരിക്കും. That's right. ഏയ് രവിവർമ്മയുടെ മകന് സ്വഭാവം മാറാനോ അതൊരിക്കലും ഉണ്ടാവില്ല.